നിങ്ങൾ സയാട്ടിക്ക മൂലം സഫർ ചെയ്യുന്ന ഒരാളാണോ? ശരിക്കും സയാട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നെർവ്സ് കംപ്രസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ശരിക്കും ഉണ്ടാകുന്ന ഒരു സിഗ്നൽ കടന്നു പോകാത്ത ഒരു അവസ്ഥയാണ് സയാട്ടിക്ക എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് സയാട്ടിക്കയാണ്, അല്ലെങ്കിൽ സയാട്ടിക്ക കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയാണ്, കാല് കടച്ചിലാണ് എന്നുള്ളത് മാത്രമല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ശരിക്കും സയാട്ടിക്ക സംഭവിക്കുന്നത് നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ്, അതായത് നമ്മുടെ ബട്ടക്സ് മസിൽസ് വീക്ക് ആകുമ്പോഴാണ് സയാട്ടിക്ക എന്ന് പറയുന്ന സംഭവം. അതായത് ഈ ബട്ടക്സ് മസിൽസ് വീക്ക് ആകുമ്പം നമ്മളുടെ പെൽവിക്സ് ബോൺ, അതും നമ്മുടെ ലെഗിലുള്ള ഫീമർ ബോണും കൂടി വന്നിട്ട് ആ തറയിൽ ഇരിക്കുന്ന സമയത്ത് അറ്റാച്ച്ഡ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ബട്ടക്സ് ഗ്ലൂട്ടിയസ് എന്ന് പറയുന്ന മസിൽസ് ഒരു കംപ്രഷൻ, ഒരു കുഷിൻ എഫക്റ്റാണ് അവിടെ കൊടുക്കുന്നത്. ആ ബട്ട് വീക്കായി പോകുമ്പോഴത്തേക്ക് ഈ കൊടുക്കുന്ന പ്രഷർ ഡയറക്റ്റായിട്ട് ഇതിനിടയ്ക്കോട്ടുള്ള കംപ്രഷൻ കൂടുകയും ആ സമയത്ത് ഈ ബോൺസിനിടയ്ക്കൂടെ കടന്നു പോകുന്ന നെർവ്സ് ബെൻഡാവുകയും അവിടെ ഉണ്ടാകുമ്പം ആ ബെൻഡാകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ശരിക്കും കാലിലേക്ക് ഉണ്ടാകുന്ന ഒരു സെൻസേഷൻ, അല്ലെങ്കിൽ അവിടെ ആ വേദന പോലെ താഴേക്ക് പാസ് ചെയ്യുന്ന ഒരു ഫീല് വരുന്നത്. സോ ഈ എല്ലിനിടയിൽ ഇത് കംപ്രസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് ശരിക്കും സയാട്ടിക്ക എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും ആ മസിൽസ് വീക്ക് ആവുന്നതുകൊണ്ടാണ്. സോ നിങ്ങളുടെ മസിൽസുകളെ നന്നായി സ്ട്രെങ്തൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവും, ചിലർക്ക് പ്രായമാവുന്നത് കൊണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യുക. ഏജ് ആയാലും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് ലൈഫ് നന്നായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് ആയാലും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സയാട്ടിക്ക വന്നാലും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് നിങ്ങൾക്കത് റിക്കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.